ആറ്റംബർഗിൻ്റെ വാൾ ഫാനിൽ SMPS പാർട്ട് കംപ്ലൈൻറ്റ് വന്നതാണെന്നുണ്ടെങ്കിൽ മോണോർക്കോടെ 3 ആംസ് 24 വോൾട്ട് SMPS സൂട്ടാക്കാവുന്നതാണ് കേട്ടോ. ആറ്റംബർഗിൻ്റെ ഈ മോഡലിലാണ് കേട്ടോ, എഫിഷ്യോ പ്ലസ് എന്നുള്ള ഈ മോഡലിനാണ്. SMPS പാർട്ടാണെന്നുണ്ടെങ്കിൽ മോണോർക്കോടെ 3 ആംസ് 24 വോൾട്ട് SMPS ഇതിന് സൂട്ടാക്കുന്നതാണ്. ഇനി അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ആ ഭാഗം പറഞ്ഞുതരാം. ബാക്ക് റിമൂവ് ചെയ്തു. SMPSൽ LAN എന്നുള്ളതാണ് ഇതിലേക്ക് വരുന്ന കറണ്ട് സപ്ലൈ വരുന്നത്. അതുപോലെ V+, V നെഗറ്റീവ് ഇതിൻ്റെ ഔട്ട്പുട്ട് 24 വോൾട്ട് വരുന്നത്. അത് നേരെ എടുത്തിട്ട് ആറ്റംബർഗിൻ്റെ മോട്ടറിലേക്ക് പോകുന്ന പോസിറ്റീവ് ഉണ്ട്, അതുപോലെ ബ്ലാക്ക് നെഗറ്റീവും റെഡ് പോസിറ്റീവും അതിലേക്ക് നേരെ ജമ്പർ ഇടുക. അതുപോലെ SMPSൻ്റെ LUN പവർ സപ്ലൈ ആണ്, അത് നേരെ ആറ്റംബർഗിൻ്റെ AC കോഡ് വയർ ഉണ്ട്, അത് നേരെ എടുത്ത് അതിലേക്ക് ജമ്പർ ചെയ്യുക. ആറ്റംബർഗ് ഫാനിൻ്റെ ബോർഡിലേക്ക് വരുന്ന പവർ സപ്ലൈ കട്ട് ചെയ്യേണ്ട, കാരണം ഇതിലെ ഓസിലേഷൻ മോട്ടർ AC 220 വോൾട്ടാണ്. അപ്പോൾ അതിലേക്ക് വരുന്ന കണക്ഷൻ ഈ ബോർഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതുപോലെ കണക്ഷൻ കൊടുത്തു. 24 വോൾട്ട് മോണോർക്കോഡ് SMPS. ഇതിന് ആറ്റംബർഗിൻ്റെ മോട്ടറിലേക്ക് നേരെ പ്ലസും മൈനസും കണക്ഷൻ കൊടുത്തു. മോട്ടറിലേക്ക് പോകുന്ന നെഗറ്റീവ്, മോട്ടറിലേക്ക് പോകുന്ന പോസിറ്റീവ്, അതുപോലെ ഇതിലേക്ക് വരുന്ന കോഡ് വയർ AC കോഡ് വയറിൻ്റെ ലൈന്, കോഡ് വയർ ലൈൻ നേരിട്ട് ഇതിലേക്ക് ജമ്പർ ചെയ്തു. ഇത് വർക്കിംഗ് ഓക്കെയാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആറ്റംബർഗിൻ്റെ പഴയ ബോർഡ്, മോണോർക്കോഡ് ബോർഡ്. ആറ്റംബർഗിൻ്റെ ഈ മോഡൽ കേട്ടോ, എഫിഷ്യോ പ്ലസ് എന്നുള്ള മോഡലാണ് ഈ ബോർഡ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് കാണിക്കാൻ പോകുന്നത്. ഇതിൽ പവർ സപ്ലൈ കൊടുത്തു, സീരീസിലാണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. പവർ സപ്ലൈ കൊടുത്തു, അഡീഷണൽ കൊടുത്ത് പവർ സപ്ലൈ ആണ് ടെസ്റ്റ് ചെയ്യാണ്. ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ് സ്പീഡ്, തേർഡ് സ്പീഡ് എല്ലാ ഓപ്ഷനും വർക്കിംഗ് ഓക്കെയാണ്. യൂഷ്വലി പവർ സപ്ലൈ ആണ് അധികം പോവാറ്. പവർ സപ്ലൈ മാറ്റിയിട്ടും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മോട്ടറിൻ്റെ കൺട്രോളർ ബോർഡ് ഉണ്ട്, ഈ മോണോർക്കോക്ക് വരുന്ന കൺട്രോളർ ബോർഡ് ഉണ്ട്, RF ബോർഡ്. ഈ ബോർഡ് മാറ്റിക്കഴിഞ്ഞാൽ വർക്കാവുന്നതാണ്. ഈ ബോർഡിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിൻ്റെ 3 പിന്ന്, ആറ്റംബർഗിൻ്റെ 3 പിന്ന് വയർ എടുത്തിട്ട് നേരെ ഡിസ്കണക്ട് ചെയ്യുക. മോണോർക്കോടെ RF ബോർഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, ഈ പൊസിഷനിൽ നേരെ ഇൻസേർട്ട് ചെയ്യുക. അതുപോലെ ഇതിലേക്ക് വരുന്ന പവർ സപ്ലൈ ഉണ്ട്, പ്ലസ് മൈനസ്, അത് നേരെ എന്ത് ചെയ്യുക, പവർ സപ്ലൈയിൽ നിന്ന് നേരെ വയർ എടുത്ത് ജമ്പർ ചെയ്യുക. മോണോർക്കോടെ കൺട്രോൾ ബോർഡിലേക്ക് പ്ലസും മൈനസും ജമ്പർ ചെയ്യുക. അതുപോലെ പ്രീസെറ്റ് ഉണ്ട്, സ്പീഡ് അപ്പ് ചെയ്യാൻ അതുപോലെ ഡൗൺ ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. മാനുവലായിട്ട് റിമോട്ടിലും സെറ്റ് ചെയ്യാവുന്നതാണ്. RF റിമോട്ട് ഇതിനോട് കൂടെ വരുന്നുണ്ട്, അത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാവുന്നതാണ്.